ഒരുപാട് സന്തോഷം തരുന്ന ഒരു വാർത്ത ഇന്ന് ഫേസ്ബുക്കിലൂടെ ഞാൻ കണ്ടു. എന്റെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തുണ്ട്, രാജേഷ് രാമൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. രാജേഷ് രാമൻ അദ്ദേഹത്തിന്റെ നാട്ടിലെ സൈതമോൾ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഉംറയ്ക്ക് വിട്ടതിന്റെ കഥ നമ്മളൊക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ കണ്ട ആളാ. സൈതമോളുടെ ചലനശേഷി ഇല്ലാത്ത ഒരു കുട്ടിയാ. കൈകാലുകളൊക്കെ വളഞ്ഞു ഒടിഞ്ഞിരിക്കുന്ന സൈതമോള് സംസാരിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് എഴുതാനൊക്കെ ചെയ്യുന്ന ഒരു പെൺകുട്ടിയാ. കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചിട്ട് എനിക്ക് നിങ്ങളെ കാണണം എന്ന് പറഞ്ഞു വിളിച്ചപ്പോ ആ വൈകല്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് എന്റെ ചിത്രം വരച്ച് എനിക്ക് സമ്മാനിച്ച ഒരു കുട്ടിയാണ്. ആ കുട്ടിയുടെ ഒരു ആഗ്രഹം പറഞ്ഞത് എനിക്ക് ഉംറയ്ക്ക് പോകണം എന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ ആഗ്രഹം സഫലമാക്കി കൊടുത്തത് രാജേഷ് രാമൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സുഹൃത്ത. ആ കുട്ടി കഴിഞ്ഞ ഒരു ചാനൽ ചർച്ചയിൽ ആ ഉംറയ്ക്ക് പോയിട്ട് മക്കത്ത് നിന്നുകൊണ്ട് അവിടുത്തെ ചാനൽ കൊടുത്ത ഒരു ഇന്റർവ്യൂവിൽ ആ കുട്ടി പറഞ്ഞത് എന്നെ ഉംറയ്ക്ക് വിട്ടത് ഒരു ഹൈന്ദവ സുഹൃത്താണ്. ഇവിടെ ജാതിയും മതമല്ല, ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് കുട്ടി പറഞ്ഞത് കേരളത്തിന്റെ ആ മനുഷ്യരുടെ മത സൗഹാർദ്ദം നിങ്ങൾ നോക്കണം എന്ന് ആ പെൺകുട്ടി എടുത്ത് കാണിക്കുക. അതിനപ്പുറത്തേക്ക് കുട്ടി പറഞ്ഞ ഒരു വാക്ക് എന്റെ കണ്ണ് നിറയിച്ച ഒരു വാക്കാണ്. കാരണം നമ്മുടെ മക്കൾക്കൊക്കെ നല്ല ഭക്ഷണവും നല്ല വസ്ത്രവും അവർക്ക് തോന്നുന്ന പോലെയുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തിട്ട് വരെ ഉമ്മയും വാപ്പയും പറയുന്നത് കേൾക്കാതെ അവർക്ക് തോന്നിയ പോലെ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്വാതന്ത്ര്യത്തിനും അതിനപ്പുറത്തേക്ക് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ വേണ്ടി വീട് വിട്ടിറങ്ങുന്ന സ്ത്രീകൾക്കൊക്കെ ആ കുട്ടിയുടെ ഈ ഒരു വാക്ക് വളരെ വ്യത്യസ്ത, അല്ലെങ്കിൽ അത് ഒരു വലിയൊരു സന്ദേശം കൊടുക്കണം. ആ കുട്ടി പറഞ്ഞത് എന്നെ പടച്ചവൻ ഈ രൂപത്തിൽ ആക്കിയതിൽ എനിക്ക് ഒരു സങ്കടമില്ല. കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരു അവസ്ഥയിലേക്ക് എന്നെ മാറ്റിയത് കൊണ്ട് കുറെ നന്മയുള്ള ആളുകളെ എനിക്ക് കാണാൻ സാധിച്ചു. നമ്മളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ചില ആളുകളൊക്കെ അവന്റെ ശരീരം ഇത്തരത്തിലുള്ള വൈകല്യങ്ങളിലേക്ക് മാറുമ്പോ അവൻ ചിലപ്പോ പറയും എന്ത് പടച്ചവനാണ് എന്നെ ഈ കോലത്തിലാക്കിയില്ലേ, മറ്റുള്ളവരൊക്കെ സുഖമായിട്ട് നടക്കണു, അവൻ നടക്കുന്നു, ഓടുന്നു, കളിക്കുന്നു എന്നൊക്കെ പറയുമ്പോ അതിലേക്ക് നോക്കിയിട്ട് പടച്ചവനെ കുറ്റം പറയുമ്പോ അതല്ലെങ്കിൽ മറ്റൊരു രീതിയിലേക്ക് പറയുമ്പോ സൈതമോള് പറയുന്നത് എന്റെ ഈ വൈകല്യങ്ങളിലും എനിക്ക് സന്തോഷമുണ്ട്. എന്നെ പടച്ചവൻ പരീക്ഷിച്ചതാണ്. ആ പരീക്ഷണം എനിക്ക് നാളത്തേക്ക് വലിയ ഒരു സൗകര്യങ്ങൾ തുറന്നു തരാൻ വേണ്ടിയിട്ടുള്ള പരീക്ഷണങ്ങളാണ്. പക്ഷേ ഈ പരീക്ഷണത്തില് ഈ ജീവിതത്തില് എനിക്ക് കിട്ടി ഏറ്റവും വലിയ സന്തോഷം ഈ സമൂഹത്തില് നന്മ ചെയ്യുന്ന ഒരുപാട് ആളുകളെ കാണാനും അവരെ പരിചയപ്പെടാനും സാധിച്ചു എന്നുള്ളതാ. ആ നന്മകളിൽ ഒരാളാണ് ഈ പറയുന്ന രാജേഷ് രാമനെ പോലെയുള്ള ആള്. എന്റെ കൂടെ ചേർന്നുകൊണ്ട് ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന രാജേഷ് രാമൻ. അപ്പോ ഇത്തരത്തിലുള്ള നന്മ ചെയ്യുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾക്കൊക്കെ ഈ സൈതമോളുടെ വാക്കും രാജേഷ് രാമനെ പോലെയുള്ള നന്മയുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനമൊക്കെ ഒരു മാതൃകയാണ്. ആ ഒരു മാതൃക പിൻപറ്റിക്കൊണ്ട് തന്നെയാണ് എന്നെ പോലെയുള്ള ഈ